ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുട്ട ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചൂടെ തവയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 3 വലിയ സവാള ചേർത്ത് കൊടുക്കുക. നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിക്കാരി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഗ്യാസ് സിമ്മിൽ വയ്ക്കാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസും ക്യാരറ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സിമ്മിൽ വെക്കാൻ മറക്കരുത്. എന്നിട്ട് നമുക്ക് കുറേ മതിയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയിട്ട് വേണം നമുക്ക് മതിയെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ജീരകശാല അരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേവിച്ച് വെച്ചതിന് ശേഷം ഈ മസാലയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കിസ്മിസ് നെയ്യിലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മുട്ട നമുക്ക് ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം.